ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കൃഷ്ണ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിലും കാര്യങ്ങളിലും കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ ലീഫിനും ഗ്രീൻ കളർ കൊടുക്കണ്ട, ചില ലീഫിന് വേറെ കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പം ഞാൻ ചിലതിനൊക്കെ വിട്ട് ഗ്രീൻ കളറ് എല്ലാ ലീഫിനുമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനിൽ കൂടെ ചെയ്യും, പിന്നെ വാട്ടർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ലീഫിനും ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ലോയിൽ കാണിച്ചത് ഇത് ചെയ്യുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് ബോറടിക്കുന്ന ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൃഷ്ണൻ്റെ മാലേൻ്റെ അടിയിലൊരു പൂ വരുന്നുണ്ട്. അവിടെ അതും അതേപോലെ തന്നെയാണ് ഡിസൈന് ചെവിപ്പൂവിനും വരുന്നത്. അപ്പോൾ അവിടെ ചെവിപ്പൂവ് ഗ്രീനും റെഡും ഷെയ്ഡിലാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഗ്രീൻ കളറ് ഞാൻ അവിടെ ഓരോ ഇടവെട്ടും കൊണ്ട് ഗ്രീൻ ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ചെവിപ്പൂവിൻ്റെ അവിടെയും ചെയ്യുന്നത്. അതും ഇങ്ങനെ ലൈറ്റ് എന്താ പറയുക, ഡാർക്കായിട്ട് ആദ്യം ചെയ്യും, പിന്നെ വാട്ടർ വെച്ചിട്ട് ലയിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയി കാണാൻ വേണ്ടിയാണ് ഞാൻ സ്ലോയിലിട്ടിട്ട് ചെയ്തത്. അതും ചെറിയ ബ്രഷ് ആട്ടോ ഞാൻ യൂസ് ചെയ്തത്. 000 ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം ഇത് ചെറിയൊരു ഇമേജ് പിക്ചറാണല്ലോ. അപ്പം വലിയ ബ്രഷൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്പ്രെഡായി പോകും. ചെറിയ പോയിൻറ്റഡ് ബ്രഷ് ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. അങ്ങനെ ഞാനത് ആ ഒരു പൂവിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെവിപ്പൂവും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൃഷ്ണൻ്റെ മയിൽപ്പീലിയാണ് ചെയ്യുന്നത്. മയിൽപ്പീലിക്ക് സാപ്പ് ഗ്രീനും പേർഷ്യൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് അത് രണ്ടും നമുക്ക് ആ പീലിയുടെ ഒരു കളറ് കിട്ടുന്ന രീതിയിൽ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പീലി ഏത് രീതിയിലാണോ നമ്മൾ അതിൻ്റെ ഹെയർസൊക്കെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരേ പാറ്റേണിലല്ല, ഹെയർസ് വരുന്നത് പോലെ നമ്മൾ ചെയ്തെടുക്കുക. ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കൂ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കൃഷ്ണ മ്യൂറലിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ. അപ്പം തേർഡ് പാർട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.